ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ കൊല്ലത്തെ വീട്ടിലാണ് ഞാനും ഉണ്ണിയുള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ സമയം പോയെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മുടി ഇന്നൊന്ന് പിന്നിടാന്ന് കരുതിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡും കൊണ്ട് ഓടുവാണ്. അവർ രണ്ടുപേരും ഇറങ്ങി, അമ്മയും ഉണ്ണിയുണ്ട്, അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞ് എബി ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടിയാണ് പോകുന്നത്. അച്ഛന് ജോലിയുണ്ടെന്ന് തോന്നുന്നു, അച്ഛൻ ജോലിക്ക് പോയി. അപ്പം നമ്മൾ മൂന്നും കൂടിയാണ് പോകാൻ ഇറങ്ങിയത്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തോട്ടാണ്. അപ്പം ഞാൻ കുറേ നാളായി കൊല്ലമൊക്കെ കണ്ടിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കാമെന്ന് കരുതി. എത്രയെന്ന് പറഞ്ഞാലും നമ്മളെ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖവും ഒരു അനുഭൂതിയാണല്ലോ, ഒരു കുളിര് കോരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടേക്ക് അക്കപ്പാട് മാറി. ആദ്യമൊന്നും ഇങ്ങനത്തെ മരം ഇങ്ങനെ കിടപ്പില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നാളിന് ശേഷം കണ്ടപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഞാൻ ബസ് കയറുന്നത് ക്ലാസ്സിന് പോയിട്ടൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. കാരണം റെയിൽവേയുടെ അകത്തൂടെ ആയിരുന്നു ഞാൻ ക്ലാസ് കഴിഞ്ഞ് നടന്ന് വരുന്നത്. അപ്പോൾ അവിടെ വന്നിരുന്ന് ബസ് കയറുന്നതും എല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ബസ് കയറുന്നത്. അപ്പോൾ അതല്ലാതെ ഈ ക്ലോക്ക് ടവറിൻ്റെ താഴെ നിന്നിട്ടായിരുന്നു ബാക്കി ബസ്സൊക്കെ കയറുന്നത്. അപ്പോൾ ക്ലോക്ക് ടവറൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ മസാല ദോശയാണ് മേടിച്ചത്. അങ്ങനെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. അതിന് ഫുൾ മസാല ദോശ ഞാൻ ഓർഡർ ചെയ്തുമ്പോൾ എന്നെക്കൊണ്ട് കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ ഉണ്ണി അമ്മ എന്നെ അവിടെ ഇരുത്തി കഴിപ്പിച്ച്. ഉഴുന്നുവട ഞാൻ കഴിച്ചില്ല, ഞാൻ അടിച്ചേൽപ്പിച്ചു ഉണ്ണിക്കും അമ്മയ്ക്കും. അതിനുശേഷം നമ്മൾ നേരെ ഉണ്ണിക്ക് ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പം കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി നമ്മൾ നേരെ RP മാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മയുണ്ട്, അമ്മ ഫോണോട്ട് പോകാൻ ഞാൻ തിരിഞ്ഞ് നിർത്തിയത് അമ്മ. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ എവിടെ കയറണമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പിൽ നമ്മൾ കയറി. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഉണ്ണി തകർത്ത് അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനൊരു മിറർ കണ്ടപ്പം പോയി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. അമ്മ ഉണ്ണിയുടെ കൂടെ പോയി. അങ്ങനെ ഞാൻ ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി അമ്മയും കൂടി ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ അവരെ പിറക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ഡ്രസ്സൊക്കെ സെലക്റ്റൊക്കെ ചെയ്തിട്ട് ട്രയൽ ചെയ്യാനൊക്കെ പോകുകയെന്ന് പറഞ്ഞ്. അപ്പം ഇതിപ്പോൾ ഉണ്ണിക്ക് എന്തോ കോളുന്നിട്ട് ഇവിടെ നിൽക്കുമല്ലോ. അപ്പോൾ ട്രയൽ ചെയ്തില്ല ഗൈസ്, ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ നോക്കട്ടെ. ആ കുട്ടി മേളിൽ കയറിയിരിക്കുന്നത് ഉണ്ണിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്തോ കണ്ട് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിനെ മേളിൽ കയറ്റി നിർത്തിയേക്കുക. അങ്ങനെ ട്രയൽ ചെയ്തിട്ട് വരും. ഈ ഒരു സാധനം നമ്മൾ അവസാനം കണ്ടുപിടിച്ചത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ബാക്ക് പ്രിൻ്റാണ്. അപ്പോൾ അടിപൊളി ടീഷർട്ടായിരുന്നു. പിന്നെ വേറെ ടീഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി. പിന്നെ അവിടെ വേറെ ആവശ്യമൊന്നുമില്ല, പിന്നെ പോയാൽ മതിയായിരുന്നു. അപ്പം അവിടെ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്തിട്ട് നേരെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇനി വീട്ടിൽ പോകണം, അതേ ഉള്ളൂ. വേറെ പ്ലാനൊന്നും ഇതുവരില്ല. അല്ലല്ല, പ്ലാനുണ്ട്. സോറി ഗായ്സ്, ഇനി എനിക്ക് പ്ലാനുണ്ട്. എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് ഇനിയും പ്ലാനുണ്ട്. അപ്പം നമ്മൾ കൂടെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറക്കുക കൂടെ പോയിട്ട്. അങ്ങനെ നമ്മൾ പോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ റൗണ്ടിനടുത്താണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് കൊട്ടിയത്തോട്ടാണ്. കൊട്ടിയത്ത് സ്മാർട്ടിൽ പോകണമായിരുന്നു. അപ്പം സ്മാർട്ടിൽ പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ അമ്മയുടെ കൂടെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ എടുക്കുന്നുണ്ട് അതിനിടയിൽ കൂടിയിട്ട്. അങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. ട്രോളി അമ്മ അങ്ങ് മേടിച്ച് ഞങ്ങളെ കൂടെ നടന്ന അമ്മ എത്തത്തില്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായിട്ടായിരിക്കും അമ്മ ട്രോളി മേടിച്ച്. അങ്ങനെ അമ്മയുടെ കാര്യം നോക്കി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അമ്മ നേരെ പോയി, ഞങ്ങളും പിറക്കെ പോയി. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ സാധനമൊക്കെ മേടിച്ച് നേരെ വന്നപ്പം ഈ ഒരു സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പം ഞാൻ മഴയൊക്കെ മാറിയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചക്ക അടത്തണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഭയങ്കര കാര്യത്തിൽ ഞാൻ അടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ് ഗേൾസ്. പക്ഷേ എന്നെ അച്ഛൻ കെട്ടിവെച്ച് ഇരുമ്പ് ചതിച്ച് അത് ഊരിപ്പോയി. പിന്നെ അതെനിക്ക് ഉണ്ണി നേരെ ചൊവ്വ കെട്ടിത്തന്ന്. അവരൊക്കെ അടത്താന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എനിക്ക് അടത്തിയിടണം. അടത്തിയിട്ടിട്ട് എനിക്ക് തന്നെ അത് അടത്തണം, എനിക്ക് തന്നെ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ഞാൻ അത് അടത്താൻ പോയ സമയത്ത് അവിടെ കുറേ കറിവേപ്പില വയ്ക്കുന്നു. അങ്ങനെ ഞാൻ വെച്ചാൽ അതെല്ലാം അമ്മയ്ക്ക് പിച്ചി കൊടുക്കാമെന്ന്. അമ്മ അത് വീട്ടിനടുത്ത് കൊണ്ട് വെച്ചിട്ട് ഇവിടെ നട്ട് കിളിച്ച് വന്നാൽ അത് കിളിക്കത്തില്ല. കാരണം ഇവിടെ അത്ര വെയിലില്ല, അത് നശിച്ചു പോകും. കിളിച്ച് വരത്തില്ല, കിളിച്ച് നിൽക്കും, പക്ഷേ ഇല പിടിക്കത്തില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് വെച്ച് കൊടുത്ത്. പിന്നെ ഉണ്ണി എനിക്ക് കെട്ടിത്തന്നത് വെച്ച് ഞാൻ ചക്ക അടത്തിയിട്ട് ചക്കയൊക്കെ അടത്തി വീടിനകത്ത് കയറിയപ്പോൾ ഉണ്ട് ദാ പെയ്യുന്ന മഴ. അതൊക്കെ കഴിഞ്ഞ് മഴ പെയ്ത് തോർന്നിട്ട് എനിക്കും ഉണ്ണിക്കും കൂടി ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ മഴയും തോരുന്നതൊക്കെ കാത്തു നിന്നിട്ട് നേരെ നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാനിപ്പം ഞാനും ഉണ്ണിയും മാത്രമേ ഉള്ളൂ, കാരണം വേറെ ആരും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.